once again to Little Organized Life Coach with Love. ഇപ്പോൾ ഒരു ആംഗ്രി വൈഫ് എന്നുള്ളത് വളരെയധികം കോൺട്രവേഴ്സ്യലായ ഒരു കാര്യമാണ്, വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. വൈ ദിസ് വൈഫ്സ് ആർ ഗെറ്റിംഗ് ആംഗ്രി സോ ഈസിലി? ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താം. അവരെന്ത് ചെയ്യുന്നു? ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. ഐ എം നോട്ട് ഗോയിങ് ഫോർ ദ റീസൺ. ഷീ ഈസ് മോർ കൺസേൺഡ് അബൌട്ട് യു ആൻഡ് യു ആൻഡ് ദെയർ ഫാമിലി. ഒരു ഹസ്ബൻഡിനോടാണെങ്കിൽ അവരുടെ മക്കളോടൊക്കെ ഇവർ വളരെ കൺസേൺഡ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ആങ്കർ എന്ന് പറയുന്നത്. ബിക്കോസ് when it is lenient, some things when it got loosened means it will affect the whole discipline of the family. For example, ഇപ്പോൾ ഒരു വീട്ടിലെ അച്ഛൻ ഇൻ ബിറ്റ്വീൻ കുടിക്കുക എന്നുള്ളൊരു പ്രവണത ഉള്ള ആളാണെന്ന് വിചാരിക്കാം. And he is coming to home with a bottle and again the wife is getting angry. അവിടെ ശരിക്കും ദേഷ്യത്തിന് തന്നെയാണ് സ്ഥാനം. എന്താണ് അതിൽ ഒക്കെ ഉള്ള കാര്യം? ഫസ്റ്റ് തിങ്, ഷീ ഈസ് കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത്. അയാളുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള കൺസേൺ ആണ്. സെക്കൻഡ് തിങ്, ഷീ ഡസൻറ്റ് വാണ്ട് ദ ചിൽഡ്രൻ ടു സീ ദ സെയിം ഓർ ഇമിറ്റേറ്റ് ദ സെയിം ഇൻ ഫ്യൂച്ചർ. അത് കാണാനോ അത് അനുകരിക്കാനോ അവരിഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആണ് രണ്ടാമത്തെ കാര്യം. മോർ ഓവർ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ, അല്ലേ, നമുക്കറിയാം ആൻറ്റോൺ ചെക്കോ പറഞ്ഞിരിക്കുന്നത് പോലെ വോഡ്ക ക്യാൻ ഹാവ് ക്യൂർ ഓർ സ്ട്രേഞ്ച് ഇഫക്ട്സ് അപ്പോൺ ദ ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളതാണ്. ജസ്റ്റ് എസ് മണി ഇസ് ദർ. അപ്പോൾ ഇത് വെൻ ദ ലിക്കർ ഈസ് ഇൻ മീൻസ് ദ ടങ് വിൽ ഗെറ്റ് ലൂസൻഡ് and there will be a chance of clash between the two, and then it is directly or indirectly going to affect the health of the whole family. അപ്പോൾ അങ്ങനെ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് ആണ്, അല്ലേ, സ്ത്രീകളുടെ ആ ഒരു ഫോർസീയിങ് പവറിനെ കുറിച്ചാണ് കൂടെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വീട്ടിലുണ്ടാകരുത് എന്ന് അവർ വിചാരിച്ചുകൊണ്ട് ഷീ ഈസ് ഗെറ്റിംഗ് ആംഗ്രി ഈസിലി. അപ്പോൾ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കാണുമ്പോൾ തോന്നും ഇവർക്ക് ദ ടോൺ ഇസ് ദെയർ വിത്ത്, അപ്പം അവർക്ക് തോന്നാം, ആണുങ്ങൾക്ക് തോന്നാം ഷീ ഈസ് ടു ബോസി, ഷീ ഈസ് ടു ഡോമിനൻ്റ്. അതൊന്നും അല്ല കാര്യം. ബട്ട് ഇൻസ്റ്റെഡ് ഷീ ഈസ് സോ മച്ച് കൺസേൺഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ആ കൺസേൺഡ് ആയിട്ടുള്ളവർക്ക് അത് സ്ട്രിക്റ്റ് ആക്കാതിരിക്കാനും പറ്റത്തില്ല, അല്ലേ? വളരെ ലൂസായിട്ട് യു ക്യാൻ ഹാവ് ദ ഡ്രിങ്ക് എന്ന് പറഞ്ഞ് ദ നെക്സ്റ്റ് ടൈം ഹി വിൽ ബ്രിങ് എ ബിഗ് ബോട്ടിൽ. അങ്ങനെ ആ ഒരു വീട് നശിക്കാൻ അത് മതി. അപ്പോൾ അതിനൊന്നും കണക്കാക്കാതെ അതിന് മുന്നോടിയായിട്ട്, പ്രയർ ടു ദോസ് തിങ്സ് ടു ഹാപ്പൻ എന്നുള്ളതിന് മുന്നോടിയായിട്ട് ഇവർ ആ ഒരു ടോണൽ ചേഞ്ച് മാത്രമാണ് ആങ്കർ എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും പല ഭർത്താക്കന്മാരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് ദ വൈഫ് ഈസ് ഗെറ്റിംഗ് ആങ്കർ സോ ഈസിലി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. അതിൻ്റെ അതല്ലാതിരിക്കുന്നതിൻ്റെ ഒരു ദൂഷ്യവശവും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിവേ, the two are for the good for the family. So thank you so much.